സ്പീക്കർക്ക് പ്രതിരോധം തീർക്കാനെത്തി. നിയമസഭയിൽ ഭരണകക്ഷി അംഗങ്ങൾ മുഖ്യമന്ത്രിയുടെ പിന്നിൽ അണിനിരക്കുന്ന സാഹചര്യമുണ്ടായി. സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ടുള്ള തരത്തിൽ പ്ലക്കാർഡുകൾ ഉയർത്തി തന്നെയാണ് പ്രതിപക്ഷ നിര ഡയസിന് മുന്നിലേക്ക് എത്തിയത്. അമൽ തേനമർബിൻ വിവരങ്ങളുമായി ചേരുകയാണ്. അമൽ, നിയമസഭ സാക്ഷിയായത് വലിയ പ്രക്ഷുബ്ധമായ രംഗങ്ങൾക്കാണ്. അതിനുശേഷം പുറത്തേക്ക് വന്നപ്പോഴും എങ്ങനെയാണ് പ്രതിപക്ഷത്തിന്റെയും ഭരണപക്ഷത്തിന്റെയും പ്രതിരോധവും പ്രതിഷേധവും? സമീപകാലത്തൊന്നും കേരള നിയമസഭ സാക്ഷ്യം വഹിക്കാത്ത തരത്തിലുള്ള പ്രതിഷേധങ്ങളിലേക്കാണ് ഇന്ന് സഭ തുടങ്ങിയപ്പോൾ മുതൽ തന്നെ പോയത്. ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തി ഉള്ള പ്രതിഷേധം തുടക്കത്തിലുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ശ്രദ്ധക്ഷണിക്കലടക്കം നടന്ന സമയത്താണ് പ്രതിപക്ഷാംഗങ്ങൾ ഡയസിലേക്ക് കയറി പ്രതിഷേധിക്കുന്ന തരത്തിലുള്ള സംഭവം ഉണ്ടായത്. സ്പീക്കറുടെ കസേരയ്ക്ക് അടുത്തേക്ക് വരെ പ്രതിപക്ഷാംഗങ്ങൾ എത്തി. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്ക് പിന്നിൽ ഭരണപക്ഷാംഗങ്ങൾ കൂടി അണിനിരുന്നതോടെ സഭാ സമ്മേളനം ഇന്നത്തേക്ക് പിരിയുകയാണ് എന്ന് സ്പീക്കർക്ക് പറയേണ്ടി വന്നു. പ്രതിപക്ഷം ഉന്നയിച്ച ചോദ്യങ്ങൾ വെട്ടിനീക്കാൻ ഒരു നീക്കം സ്പീക്കറുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇത് ശരിയല്ല എന്ന് പ്രതിപക്ഷം തുടക്കം മുതൽ പറയുന്നുണ്ട്. ഈ വിഷയം ഉന്നയിച്ചുകൊണ്ടാണ് പ്രതിപക്ഷത്തിന് പ്രതിഷേധമുണ്ടായത്. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി ഉണ്ടാകുമെന്ന കാര്യം മുഖ്യമന്ത്രി പറഞ്ഞതിന് ശേഷം പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം അവസാനിക്കുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അപ്പോഴും പ്രതിഷേധം തുടർന്നു. ആ ഡയസിലേക്ക് പ്രതിപക്ഷാംഗങ്ങൾ ആദ്യം മാത്യു കുഞ്ഞാടൻ ഡയസിലേക്ക് എത്തുന്നു, പിന്നീട് അൻവർ സാദത്ത് എത്തുന്നു, അതോടൊപ്പം തന്നെ IC ബാലകൃഷ്ണൻ, ടി സിദ്ദിഖ്, CR മഹേഷ് ഇത്രയും ആളുകൾ ഡയസിലേക്ക് എത്തുകയാണ്. അൻവർ സാദത്ത് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സ്പീക്കറുടെ ഡയസിൽ കയറി പ്രതിഷേധിക്കാൻ പരുവത്തിനുള്ള എന്ത് വിഷയമായിരുന്നു ഉണ്ടായിരുന്നത്? ഇതിലൊരു നടപടി ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ മുന്നിലുള്ളത്. നിങ്ങളതിനെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, നടപടിയൊന്നും പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ ജനാധിപത്യ രീതിയിൽ പ്രതിഷേധം നടത്തിയിട്ടുള്ളൂ. ഒരു അതിർവരമ്പും ലംഘിച്ചിട്ടില്ല. നിങ്ങൾക്കറിയാലോ, കഴിഞ്ഞ അവർ പ്രതിപക്ഷിക്കുന്ന സമയത്ത് ചെയ്തത് അങ്ങനെയുള്ള ഒരു പരിപാടി ഞങ്ങൾ ചെയ്തില്ല. ഞങ്ങൾ ജനാധിപത്യത്തിൽ പ്രതിഷേധിച്ചു. ഞങ്ങളെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അവറിൽ ഞങ്ങൾ ഉന്നയിച്ചെന്താണ് 49 ക്വസ്റ്റ്യൻ കട്ട് ചെയ്തു. അതിൻ്റെ പ്രതിഷേധം പറഞ്ഞു. അതിന് തക്കതായ മറുപടി മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ഗവൺമെന്റോ സ്പീക്കറോ പറഞ്ഞില്ല. അതിന് പ്രതിഷേധം കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് വാക്കൗട്ട് ചെയ്ത് പോന്നു. പിന്നീട് നമ്മൾ അടിയന്തര പ്രമേയത്തിന് അവതരണം ചെയ്ത് അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പക്ഷേ അതിനുശേഷമാണ് അവിടെ നമുക്കെല്ലാവർക്കും അറിയാം അവിടെ വാക്കുവാദം ഉണ്ടായി. അവിടെ പ്രതിപക്ഷ നേതാവിനെതിരെ വളരെ മോശമായ രീതിയിൽ തന്നെ നമ്മുടെ സ്പീക്കർ പരാമർശം നടത്തിയപ്പോൾ ആ പരാമർശത്തിനെതിരെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അവിടെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. പക്ഷേ അതിനുശേഷം മന്ത്രി രാജേഷും മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് മോശം പരാമർശം നടത്തി. അപ്പോൾ പ്രതിപക്ഷ നേതാവ് നടത്തിയ കാര്യങ്ങൾ സഭയിൽ രേഖകൾ ഇല്ല എന്ന് പറയുകയും മുഖ്യമന്ത്രിയും രാജേഷ് മിനിസ്റ്ററും പറഞ്ഞത് സഭയിൽ നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യം ആ പരാമർശകം സഭയിൽ നിന്ന് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ നടുത്തളത്തിലേക്ക് ഇറങ്ങി. അതിന് സ്പീക്കർ ഒരു നിഷ്പക്ഷ നിലപാടെടുത്തില്ല. അതിൻ്റെ പ്രതിഷേധം ഇത് മനഃപൂർവ്വം ഞങ്ങളെ പ്രകോപിപ്പിച്ചാണ്. കാരണം ഈ അടിയന്തര പ്രമേയം ചർച്ച ചെയ്താൽ അവർക്കൊന്നും പറയാൻ സാധിക്കില്ല. അതിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി കേരളത്തിലെ മുഖ്യമന്ത്രിയും പാർലമെന്റുകാരും മന്ത്രിയും അവിടെ മനഃപൂർവ്വം പ്രതിപക്ഷത്തെ പ്രകോപിപ്പിക്കുകയും പ്രതിപക്ഷ നേതാവിന് അനാവശ്യമായ പരാമർശങ്ങൾ നടത്തുകയും എന്നിട്ട് സ്പീക്കർ അത് നീക്കം ചെയ്യാൻ തയ്യാറാകാത്തതിലാണ് ഞങ്ങൾ ശക്തമായി പ്രതിഷേധം ചെയ്തത്. ഞങ്ങൾ നടത്തിയ തികച്ചും ജനാധിപത്യ രീതിയല്ല. ഞങ്ങൾ അവിടെ ഒരു അതിർവരമ്പ് ലംഘിച്ചിട്ടില്ല. ഞങ്ങൾ സ്പീക്കറുടെ ഡേസിന്റെ അങ്ങോട്ട് കയറിയില്ല. ഞങ്ങൾ അതിന് തിന്നു. പിന്നെ അതിൽ സസ്പെൻഷൻ ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല. കാരണം ജനാധിപത്യ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ശബ്ദം ഉയർത്തിയത്. അതായത് ഇതാണ് അപ്പോൾ ഈ ഡയസിൽ കയറിയ ആളുകളിൽ ഒരാളായ അൻവർ സാദത്തിന്റെ അടക്കം പ്രതികരണം.